ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മന്നാസ് കേക്ക് കഫേ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ബേക്ക് ചെയ്തിട്ടുള്ള ആ 3 കേക്കുകളുടെ ഐസിംഗ് ആണ്. അപ്പോൾ ഒന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ക്രം കോട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണ്. അപ്പോൾ അതാണ് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് ഡിമോൾഡ് ചെയ്ത് ഒന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ മാറ്റി വെച്ച ശേഷം നമുക്ക് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷമാണ് അടുത്ത് ക്രം കോട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അത് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ലെയറും എടുത്ത് സോക്ക് ചെയ്യുന്നുണ്ട്. സോക്ക് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സിറപ്പ് ഷുഗർ സിറപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു കളറും കിട്ടുന്നത്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് നല്ല ടേസ്റ്റാണ് കൊടുക്കുന്നത്. പ്ലെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ഈ ഒരു ചെറിയും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ ഒരു കേക്കിന് വരുന്നത്. പിന്നെ നമുക്ക് ലെയറിൽ കൊടുക്കേണ്ടത് കുറച്ച് ക്രഷ് ചെയ്ത ചെറിയും പിന്നെ ഡാർക്ക് കോമ്പൗണ്ടാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് 2 ലെയറിലും കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ചിരുന്ന വാനില കേക്ക് നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാവേ. ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ കേക്ക് ചെയ്തെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എന്നാൽ ആ സമയത്തൊക്കെ വന്നതെല്ലാം ഏതാണ്ട് സ്ക്വയർ ഷേപ്പ് കേക്കായിരുന്നു. അത് കസ്റ്റമർ പറഞ്ഞിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം റൗണ്ടാണ് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഫ്രോക്കിൻ്റെ നമ്മുടെ തമ്പനയിൽ തന്നിട്ടുള്ള ആ ഒരു ഫ്രോക്കിൻ്റെ ഡിസൈനാണ് കൊടുക്കാനുള്ളത്. അതൊരു വൈറ്റ് ഫ്രോക്കിൽ കുറച്ച് ഫ്ലവർ വന്നിട്ടുള്ള ഡിസൈനാണ്, ഫ്ലോറൽ ഡിസൈനാണ്. പീച്ചും പിങ്ക് യെല്ലോ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള കളറാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ കേക്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം അതുമായിട്ട് മാച്ച് ആവുമെന്നൊന്നും അറിയത്തില്ല, നമ്മുടെ ക്രിയേഷനല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഐസിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊരു 10 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. വച്ചാൽ തന്നെയാണ് ആ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് കിട്ടുക. കുറച്ച് തണുപ്പ് വന്നാലേ നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടിതാ ഇത്രയും കളറ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് അതിൻ്റെ ഡിസൈൻ കൊടുക്കുന്നത്. ഇത് നമ്പർ 2 എന്നുള്ള നൈഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കളറ് മിക്സ് ചെയ്തിട്ടുള്ളത് ആ 3 കളറ് മിക്സ് ചെയ്ത് ഞാൻ ഫ്ലവർ വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കേക്കിൻ്റെ ടോപ്പ് ഭാഗത്ത് മുഴുവനായിട്ടും അങ്ങനെ കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട്. അപ്പോൾ ഇത് വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായിട്ട് ഞാൻ അത് ഡിസൈൻ ചെയ്യുന്നത് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല, കുറച്ച് പോർഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത നേരത്തെ ക്രം കോട്ട് ചെയ്ത് വെച്ചിരുന്ന അതിനെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിലൊരു പിങ്ക് കളറാണ്. ഈ 2 കേക്കും ഒരേക്കെ തന്നെയാണ്. ഒന്ന് സ്കൂളിൽ കട്ട് ചെയ്യാനും ഒന്ന് വീട്ടിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഒരു പിങ്ക് കളറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതും റെഫറൻസ് ഫോട്ടോസ് തന്നിട്ടുണ്ട്. അതും ഒരു ഫ്രോക്കാണ്, പിങ്ക് കളർ ഫ്രോക്കാണ്. അപ്പോൾ ആ ഒരു ഫ്രോക്കിൻ്റെ ഡിസൈനിലാണ് ഇതും ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ പിങ്ക് ഷെയ്ഡിൽ തന്നെ നമ്മൾ ഫുള്ള് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ഫ്രോക്ക് ഒരു പ്ലെയിൻ ഫ്രോക്കാണ്, അതിന് വേറെ ഡിസൈനൊന്നും ഇല്ല കേട്ടോ. ഒരു ഹക്കുബയുടെ മെറ്റീരിയൽ വന്നിട്ടാണ് ആ ഫ്രോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള 2 കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. മൂന്നാമത് ചെയ്ത കേക്കിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നമ്മുടെ ചാനലിനെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്.